എല്ലാ മേഖലയിൽ പരാജയപ്പെട്ട സർക്കാർ. ആരോഗ്യരംഗം ഇതുപോലെ തകർന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ തൊഴിലില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ തള്ളിവിട്ടില്ലേ? ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? അതോടൊപ്പം തന്നെ മറ്റ് ക്രമസമാധാന രംഗം ഏറ്റവും ഒടുവിൽ ആളുകളെ പട്ടാപ്പകൽ കുത്തിക്കൊല്ലുന്ന നാടായി ഇവിടുത്തെ ആളുകൾ മാറുന്നു. അതോടൊപ്പം തന്നെ ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കേരളത്തെ വിഭജിക്കാനുള്ള ശ്രമങ്ങളുമായി ഇവിടെ നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകളുണ്ട്. എന്താണ് സജി ചെറിയാൻ പറഞ്ഞത്? ഇവിടുത്തെ നിങ്ങൾ കാസർഗോഡ് നോക്കൂ, നിങ്ങൾ മലപ്പുറത്ത് നോക്കൂ, ഗുജറാത്തിൽ BJP സംഘപരിവാർ പറയുന്ന കാര്യമാണ് സജി ചെറിയാനെ പോലുള്ള ഒരു മന്ത്രി ഇനി ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോലും സമയമുണ്ടോന്ന് അറിയില്ല. കാരണം പ്രചരണത്തിന് അത്രയൊന്നും സമയമില്ല. നിങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് ആളുകൾ ഇറങ്ങുമ്പോഴത്തേക്ക് പ്രചരണത്തിനുള്ള സമയം പോയിട്ടില്ല. ശ്രീ രേണുകക്ക് ഒരു ആശങ്കയും വേണ്ട. അതെ, സമയം നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ നടത്തിയാൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ആ രൂപത്തിൽ പ്രചാരവേല നടത്തിക്കൊണ്ട് ഞങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പരിസരം UDFന് അനുകൂലമായിട്ടുള്ള വലിയ രൂപത്തിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ യാത്ര, ആ യാത്രയോടുകൂടി കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങളുടെ രാഷ്ട്രീയം എന്താണ്, ഞങ്ങളുടെ വികസനത്തിന്റെ രാഷ്ട്രീയം എന്താണ്, ഞങ്ങൾ എങ്ങനെയാണ് കേരളത്തെ കാണുന്നത്, ഞങ്ങൾ ചെറുപ്പക്കാരോട് എന്താണ് അവരോട് പറയാനുള്ളത്, വളരെ കൃത്യമായി സ്പഷ്ടമായി സ്പെസിഫിക്കായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റു വശങ്ങളിലേക്ക് കൂടി വരാം. പ്രാഥമികമായി ഞാൻ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം പോലും കാട്ടുകള്ളന്മാർ, ആ കൊള്ളക്കാരാണ് ഇടതുപക്ഷമെന്ന്, സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ട് പോലും മുക്കിയവരാണ് ഇവരെന്ന് പാർട്ടി സഖാക്കൾ, യഥാർത്ഥ പാർട്ടി സഖാക്കൾ